ഹലോ, എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 10 ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അടുത്തിടെ അന്തരിച്ച കഥകളിയിലെ ഉടുത്തുകൊട്ട് രംഗത്ത് പ്രശസ്തനായ വ്യക്തി ആരാണ്? അടുത്തിടെ അന്തരിച്ച കഥകളിയിലെ ഉടുക്കുകൊട്ട് രംഗത്ത് പ്രശസ്തനായ വ്യക്തിയാണ് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ. നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ. അടുത്ത ചോദ്യം, ചൈനയ്ക്കും യുഎസിനും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ചൈനയ്ക്കും യുഎസിനും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അടുത്തത് നമുക്ക് ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അതായത് നമ്മൾ ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ് എന്നുള്ളതാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം അത് നമ്മുടെ മാർച്ച് 15 മാർച്ച് 15. അടുത്തത്, 2025 മാർച്ചിൽ ബോളിവുഡ് സിനിമാ ലോകത്തു നിന്ന് വിടവാങ്ങിയ പ്രശസ്തനായ വ്യക്തി ആരാണ്? 2025 മാർച്ചിൽ ബോളിവുഡ് സിനിമാ ലോകത്തു നിന്ന് വിടവാങ്ങിയ പ്രശസ്തനായ വ്യക്തിയാണ് ദേബ് മുഖർജി. അടുത്ത ചോദ്യം, ലഹരി വിപണനത്തിനെതിരെ കേരളത്തിൽ അധ്യാപകർക്കായി KSDA ആരംഭിച്ച യജ്ഞത്തിൻ്റെ പേരെന്താണ്? ലഹരി വിപണനത്തിനെതിരെയായിട്ട് കേരളത്തിൽ അധ്യാപകർക്കായി KSDA ആരംഭിച്ച യജ്ഞത്തിൻ്റെ പേരാണ് ടീച്ചേഴ്സ് ബ്രിഗേഡ്. 2025 മാർച്ച് 10 കൊച്ചിയിലെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഈ പദ്ധതി തുടങ്ങിയത്. 5000-ലധികം അധ്യാപകർ പങ്കെടുത്തു. അതേപോലെ ബോധവൽക്കരണ വർക്ക്ഷോപ്പുകളും കൗൺസിലിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു 2025 മാർച്ച് 10 കൊച്ചിയിലെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തുടങ്ങി വെച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഗു. അടുത്ത ചോദ്യം, 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സയ്യിദ് ആബിദ് അലി. അടുത്ത ചോദ്യം, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം കുറയ്ക്കാൻ NSS ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം കുറയ്ക്കാൻ NSS ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അടുത്ത ചോദ്യം, 2025 മാർച്ചിൽ ആസിയാൻ ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 മാർച്ചിൽ ആസിയാൻ ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യയും മലേഷ്യയും. അടുത്ത ചോദ്യം, കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താനുള്ള ദന്തപരിശോധനാ പദ്ധതി ഏതാണ്? കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താനുള്ള ദന്തപരിശോധനാ പദ്ധതി മുക്തിയാണ്. 2016 കേരളത്തിലെ ഹയർ സെക്കൻഡറി അധികൃതർ ഡെന്റൽ ഡോക്ടർമാരുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണെന്ത്? മുക്തി എന്ന് പറയുന്നത്. അത് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താനുള്ള ദന്തപരിശോധനാ പദ്ധതിയാണ്. താങ്ക് യു.